ഹേ ഗായ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയുള്ള സ്വാഗതം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം. ഇന്നിപ്പോൾ ഓണമാണ്. അപ്പോൾ നമ്മൾ എണീറ്റ് കുറച്ച് ലേറ്റായി പോയിട്ടോ, 8 മണിയായി. അപ്പോൾ നമ്മൾ അത് ഇനിയിപ്പോൾ എണീറ്റ് കുളിക്കണം. അതുപോലെ തന്നെ നമുക്ക് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് ഒന്ന് അമ്പലത്തിൽ പോകണം കേട്ടോ. അപ്പോൾ ഓണമൊക്കെ അല്ലേ, അപ്പോൾ ഒന്ന് അമ്പലത്തിൽ പോകണം. കുറച്ച് ലേറ്റായി പോയി കഴിഞ്ഞിട്ടത്. അപ്പോൾ നമുക്ക് ഇന്ന് അമ്പലത്തിൽ പോകണം. പിന്നെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. നമ്മുടെ സദ്യയൊക്കെ നമ്മൾ ഒരു ഓർഡറാണ് കഴിച്ച് ചെയ്ത് കേട്ടോ. അപ്പോൾ നമുക്ക് സദ്യയൊക്കെ എടുക്കാൻ പോകണം. അങ്ങനെ ചെറിയ പരിപാടികളൊക്കെ ഉണ്ടോ. അപ്പോൾ നമുക്ക് ആദ്യം കുളിച്ച് ഫ്രഷായിട്ടൊന്ന് അമ്പലത്തിൽ പോവാം. അപ്പോൾ ബാക്കി അവിടെ വെച്ച് കാണിച്ചില്ല കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മൾ ഈ വീട്ടിലെ തപ്പുകൾ ഇട്ടാണ്ടോ ഫുള്ള് എത്തി കേട്ടോ. നമ്മൾ നേരെ അമ്പലത്തിൽ പോട്ടെ. അപ്പം ഗൈസ്, അപ്പോൾ നമ്മൾ അമ്പലത്തിലേക്ക് പോകണ്ടോ. ഇവിടെ വണ്ടിയിൽ റോഡിലാണെങ്കിൽ വണ്ടി കാണാനൊന്നുമില്ല കേട്ടോ, കുറവാണ്ടോ. ഇന്ന് തിരുവോണമായതുകൊണ്ട് തന്നെ ഭയങ്കര കുറവാണ്ടോ വണ്ടിയൊക്കെ. പക്ഷേ അല്ലെങ്കിൽ ഫുൾ ട്രാഫിക് ആണോ. അപ്പോൾ നമുക്ക് നേരെ അമ്പലത്തിലേക്ക് പോവാം. നോക്കുന്നൊന്നുമില്ല. അപ്പോൾ ഗൈസ്, നമ്മൾ വന്നേക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ സൂപ്പർ മാർക്കറ്റിൽ വന്നാണ് കേട്ടോ. നമുക്ക് നമ്മുടെ ഡോഗിന് ഫുഡൊന്നുമില്ല കേട്ടോ ഗൈസ്. അപ്പോൾ ഒരു ഗ്രേവി വാങ്ങിക്കാന്ന് വെച്ചോട്ടെ, നമ്മുടെ പെഡിഗ്രിയുടെ ഗ്രേവി വാങ്ങിക്കാന്ന് വെച്ച്. ചിക്കനൊക്കെ നാളെ കഴിക്കാമല്ലോ. അപ്പോൾ നമുക്ക് ഓണമൊക്കെ വേണ്ടി ചിക്കനൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്കിത് സൂപ്പർ മാർക്കറ്റിൽ ഗ്രേവി മേടിക്കാം കേട്ടോ. അപ്പോൾ ഗൈസ്, ഇതാണ്ട് നമ്മൾ എടുത്ത് കേട്ടോ. ഇതാകുമ്പോൾ ജസ്റ്റ് റൈസിൽ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതുകൊണ്ട് ഇതാണ്ട് എടുത്ത് കേട്ടോ. ഒരെണ്ണം പോരാ, നമുക്ക് 2 എടുക്കാം. അപ്പോൾ ഗൈസ്, അപ്പോൾ നമ്മൾ അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അടുത്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുഡ് എടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ പ്രാവശ്യം ഓണത്തിന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ഓണത്തിന് ഫുഡൊക്കെ നമ്മുടെ ചോറ് കറിയൊക്കെ വീട്ടിലുണ്ടാക്കിയാണ്. അപ്പോൾ ഈ പ്രാവശ്യം നമ്മൾ ഫുഡൊന്നും ഉണ്ടാക്കിയില്ല. കുറേ കറിയൊക്കെ ഉണ്ടാവും, കുറേ ടൈം കാര്യങ്ങളൊക്കെ പോകുമല്ലോ. അപ്പോൾ നമ്മൾ ഫുൾ കാറ്ററിംഗ് ആണ്ടോ കൊടുത്തേക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള കാറ്ററിംഗ് ആണ്. അപ്പോൾ നമുക്ക് ഫുഡ് എടുക്കാൻ വേണ്ടി പോകണം. അപ്പോൾ ഒരു 11:30 വരാനാണ് പറഞ്ഞത് കേട്ടോ. ഇപ്പോൾ സമയം 10:30. അപ്പോൾ 11:30 വരാനാണ് പറഞ്ഞത്. നമുക്ക് 1 hour ടൈം ഉണ്ടല്ലോ. ഒരു 3 to 4 കിലോമീറ്റേഴ്സ് ഉള്ളൂ കേട്ടോ നമുക്ക് അങ്ങോട്ടേക്ക്. അപ്പോൾ നമുക്ക് ഇനി ഫുഡ് എടുക്കാൻ അങ്ങോട്ടേക്ക് പോകണം. പിന്നെ ഈ ഓണം നമുക്ക് പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ തന്നെ ഉണ്ടോ, വീട്ടിൽ തന്നെ ആഘോഷിക്കാമെന്ന് വെച്ച്. അപ്പോൾ ഫുഡും ഇപ്പോൾ നമ്മൾ കാറ്ററിംഗ് ഫുഡൊക്കെ പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ ഹോംലി ഫുഡ് അത്ര ടേസ്റ്റ് കിട്ടില്ലെങ്കിലും കാറ്ററിംഗ് ഫുഡ് ഒരു വെറൈറ്റി ടേസ്റ്റ് ആണല്ലോ. അപ്പോൾ നമുക്ക് ഇവിടെ ലക്ക് റേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 400 rupees ഉണ്ടോ കേസ് പെർ ഹെഡ് റേറ്റിംഗ് ആണ് തന്നെ കേട്ടോ. അപ്പോൾ നമുക്കൊരു 2 times ഒക്കെ കഴിക്കാനുള്ള ഒരു ഫുഡ് ഞങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. നമുക്കിവിടെ നമ്മൾ 5 പേർക്കാണ് പറഞ്ഞേക്കാം കേട്ടോ ഫുഡ്. അപ്പോൾ നമ്മൾ 4 പേരുള്ളൂ, ഒരാൾക്ക് എക്സ്ട്രാ പറഞ്ഞോളൂ കേട്ടോ. ജസ്റ്റ് കറക്റ്റായ ഒരു ബാലൻസ് ആയി പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഫുഡൊക്കെ എടുക്കാൻ വേണ്ടി പോകണം. ഇനിയിപ്പോൾ ഫുഡ് എടുക്കാൻ പോയിട്ട് വന്നിട്ട് കാണിച്ചില്ല കേട്ടോ. ഇവിടെ ഉണ്ടോ നമുക്ക് ഫുഡ് മേടിക്കാൻ വന്നത് കേട്ടോ പൈസ. അപ്പോൾ ഫുഡ് മേടിച്ചിട്ടോ. പക്ഷേ 5 ഉണ്ടോ, 10 പേരുടെ മേടിച്ചു കേട്ടോ. അപ്പോൾ ഫുഡൊക്കെ മേടിച്ച് ഇനി നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം കേട്ടോ. അപ്പോൾ നമ്മൾ നേരെ വീട്ടിലേക്ക് പോകാം കേട്ടോ. അപ്പോൾ തന്നെ ഒരു 1 ലിറ്ററിന് പാലട കൂടി മേടിച്ചാണ് കേട്ടോ. അത് നമ്മൾ മേടിച്ച് നമ്മൾ നേരെ വീട്ടിലേക്ക് പോവാണ്. നല്ല തിരക്കാണ് കേട്ടോ ഫുഡൊക്കെ മേടിക്കാണ്ട്. അപ്പോൾ നമ്മൾ നേരെ വീട്ടിലേക്ക് പോവാണ് ഗൈസ്. നമുക്കിത് ഇത്രയും ഫുഡാണ് വന്നേക്കാം കേട്ടോ. നമ്മുടെ പരിപ്പ് പായസം, അതുപോലെ കാളങ്കറി, അവിയൽ, തോരനല്ലേ ഇതെന്താ ഓലനാ ഗൈസ്, എന്തോ സാധനം കേട്ടോ. പാലട, ചോറ്, ഇത്ര ഐറ്റമാണ് വന്നേക്കാം കേട്ടോ. നമുക്ക് 5 പേർക്കുള്ള ഒരു കോംബോ ഉണ്ടാവും ഓർഡർ ചെയ്തേട്ടോ. പിന്നെ പപ്പടമൊന്നും നമുക്ക് കിട്ടില്ല, നമ്മൾ വറുത്തെടുക്കണം കേട്ടോ. പിന്നെ നമുക്ക് ഒരു സംഭാരം വന്നിട്ടുണ്ട് കേട്ടോ. അല്ല തൈര്, സോറി. ഓ പൊളി. എല്ലാം വിളമ്പ് എടേ, എല്ലാം വിളമ്പ് ദേവു. എത്ര ഇട്ടുള്ളൂ, ബാക്കിയെല്ലാം ഇട്. അതിനകത്തൊരു ഗൈസ് നമ്മൾ വീതി വെച്ചോട്ടോ. എല്ലാ കറികളും വെച്ചിട്ട് നമുക്ക് വീതി വെച്ചു. എന്നൊക്കെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നോക്കാം കേട്ടോ. ഗൈസ് ഫുഡ് എല്ലാ ചോറും വിളമ്പി. എങ്ങനെയുണ്ട് ദേവു? നല്ലല്ലേ ഗൈസ്? എല്ലാ കറി ആയാമേ ഗൈസ്? ഫുള്ള് കഴിച്ചു നോക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ചെറിയ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ഗൈസ്. അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ജസ്റ്റ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഓണത്തിന് പരിപാടി ഓൾമോസ്റ്റ് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ അതിൻ്റെ എപ്പോഴും ടൈമായി. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഒരു കൂടി ഹാപ്പി ഓണം. എന്തായാലും സേഫായിട്ട് അടിച്ചു പൊളിച്ച് നിൽക്കുക.
സേഫായിട്ടിരിക്കുക. അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ വീഡിയോസും വ്യൂസും ഞാൻ അത്യാവശ്യം ഉണ്ട്, എന്നാലും നമുക്ക് സബ്സ്ക്രൈബ് ചെയ്യാത്തതാണ് കൂടുതലും വ്യൂസും കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. എന്തായാലും മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ കാണാൻ അതുവരെ ബൈ.